ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. നമ്മുടെ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ കോമാളിത്തരങ്ങൾ കണ്ട് അതിൽ കോപാകുലരായിരിക്കുകയാണ് പഴയ ചില കോൺഗ്രസ് നേതാക്കൾ. മോദിയെ പോലെ, അതായത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ പോലെ ശക്തനായ ഒരു ഭരണാധികാരി അധികാരത്തിൽ ഇരിക്കുന്നിടത്ത് രാഹുൽ ഗാന്ധി പെരുമാറുന്നത് ഒരു കോമാളിയെ പോലെ എന്നാണ് പഴയ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. മഹാത്മാഗാന്ധിയുടെ സ്വഭാവത്തിന്റെ ഒരു അംശം പോലും രാഹുൽ ഗാന്ധിക്ക് ഇല്ലാത്തതിനാൽ ഗാന്ധി എന്ന വാൽപേര് വലിച്ചു ദൂരെ എറിയണം എന്നാണ് മുൻ കോൺഗ്രസ് നേതാവ് ആചാര്യ പ്രമോദ് കൃഷ്ണം പറയുന്നത്. അല്ല, ഈ ആചാര്യ പ്രമോദ് കൃഷ്ണം ഇങ്ങനെ പറയുമ്പോൾ ഈ രാഹുൽ ഗാന്ധിയും മഹാത്മാഗാന്ധിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല, അദ്ദേഹത്തിന്റെ ആ സ്വഭാവത്തിന്റെ ഒരു അംശമെങ്കിലും ഉണ്ടാകാൻ വേണ്ടി പിന്നെ എങ്ങനെയാണ് മഹാത്മാഗാന്ധിയുടെ ആ സ്വഭാവത്തിന്റെ ഒരു അംശം രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്നത്? ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രാഹുലിന്റെ അച്ഛന്റെ പേര് രാജീവ് എന്നാണ്. ഈ രാജീവ് ഗാന്ധി, അതായത് രാജീവിന്റെ അച്ഛന്റെ പേര് ഫിറോസ് ഗാന്ധി എന്നാണ്. ഇതാണ് അവരുടെ തലമുറ. അല്ലാതെ പഴയ കോൺഗ്രസ് നേതാവ് ആചാര്യ പ്രമോദ് കൃഷ്ണം ചിന്തിക്കുന്നത് പോലെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ കൊച്ചുമകനല്ല രാഹുൽ ഗാന്ധി. മഹാത്മാഗാന്ധിയുടെ സ്വഭാവത്തിന്റെ ഒരംശം കിട്ടാൻ വേണ്ടി. പിന്നെ ഈ ആചാര്യ പ്രമോദ് കൃഷ്ണം പറയുന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അശ്വമേധത്തെ പോലെ ഭാരതത്തിൽ ഭരണത്തിന്റെ തേരോട്ടം നടത്തുമ്പോൾ അദ്ദേഹത്തെയോ അദ്ദേഹത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടിയെയോ പരാജയപ്പെടുത്താൻ രാഹുൽ ഗാന്ധിക്ക് ഒരിക്കലും കഴിയില്ലെന്നും അതുപോലെ തന്നെ എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും മത്സരിക്കാൻ കഴിയില്ലെന്നും എല്ലാ കോൺഗ്രസ് നേതാക്കളും തോറ്റുകൊണ്ടിരിക്കുകയുമാണ് എന്നാണ് ആചാര്യ പ്രമോദ് കൃഷ്ണം പറയുന്നത്. ഭാരതത്തിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ ഒരു ഗാന്ധിയായിട്ട് അംഗീകരിച്ചിട്ടില്ലെന്നും കഴിവില്ലായ്മ കാരണം അദ്ദേഹത്തെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നും പുറത്താക്കുകയും ചെയ്യണമെന്നാണ് ആചാര്യ പ്രമോദ് കൃഷ്ണം പറയുന്നത്. കൂടാതെ മോദിജിയെ പോലെ ശക്തനും കരുത്തനുമായ ഒരു നേതാവ് ഭരണത്തിലിരിക്കുന്നിടത്ത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ വെറും ഒരു കോമാളിയെ പോലെയാണ് പെരുമാറുന്നത് എന്നാണ് ആചാര്യ പ്രമോദ് കൃഷ്ണത്തിന്റെ ആരോപണം. ആത്മീയ ഗുരുവായ ആചാര്യ പ്രമോദ് കൃഷ്ണനും രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ഒരു വ്യക്തിയുമായാണ് 2024 അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അകന്നുപോയത്. ഈ 2024 കോൺഗ്രസിൽ നിന്ന് ആചാര്യ പ്രമോദ് കൃഷ്ണം അകന്നു പോകാനും അല്ലെങ്കിൽ വിട്ടു നിൽക്കാനും കാരണം പാർട്ടി നേതൃത്വത്തിന്റെ, അതായത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നയങ്ങളെയും തന്ത്രങ്ങളെയും, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടേതടക്കം നയങ്ങളും ചോദ്യം ചെയ്യാറുണ്ട് അത്രേ. അല്ല, ഈ താഴേക്കടയിലെ നേതാക്കൾ, മുൻനിരയിലുള്ള നേതാക്കൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാനത്തിരിക്കാൻ താഴേക്കടയിലെ നേതാക്കൾക്ക് സാധിക്കില്ല. അത് തന്നെയാണ് ഇവിടെ ആചാര്യ പ്രമോദ് കൃഷ്ണൻ ചെയ്തതും. ചോദ്യം ചെയ്യുന്നിടത്ത് അവഗണിക്കപ്പെടുകയോ അല്ലെങ്കിൽ ആട്ടിയോടിക്കപ്പെടുകയോ ചെയ്യും. അതാണ് രാഷ്ട്രീയം. മറ്റൊരു നല്ലൊരു വീഡിയോ മറ്റൂടെ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ജയ് ഹിന്ദ്.